കർണാടകയിലെ ഐഹോളിയിൽ 8-ാം നൂറ്റാണ്ടിൽ ചാലൂക്യരുടെ കാലത്ത് പണികഴിപ്പിച്ച ദുർഗാക്ഷേത്രം. ചാലൂക്യരുടെ വാസ്തുവിദ്യാ ചാതുര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും സാക്ഷ്യപത്രമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പുറത്തെ തൂണുകളിൽ മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ മാതൃകയിൽ പണിത ശില്പങ്ങൾ. ഇതിന്റെ വ്യത്യസ്തമായ ആകൃതിയും ഘടനയും ഐഹോളിയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിനെ തീർത്തും വ്യത്യസ്തമാക്കുന്നു. ഗജപ്രസ്ഥ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ദുർഗാക്ഷേത്രം. കന്നഡയിൽ ഗജപ്രസ്ഥ എന്നാൽ ആനയുടെ പിൻഭാഗം എന്നാണ് അർത്ഥം. ഗരുഡൻ മനുഷ്യന്റെ തലയുള്ള 3 നാഗങ്ങളെ ഇരുവശത്തായി മുറുകെ പിടിച്ചിരിക്കുന്നു. മധ്യത്തിലുള്ള നാഗത്തിന് 7 തല. ഇതാണ് നാഗരാജാവ്. കിരീടം, നെക്ലേസ്, കമ്മൽ, വളകൾ എന്നിവ ധരിച്ച നാഗരാജാവ് വലതു കൈയിൽ ഒരു മാലയും ഇടതു കൈയിൽ ഒരു പാത്രവും പിടിച്ചിരിക്കുന്നു. തൂണുകളിൽ കൊത്തിവെച്ച പല രൂപങ്ങളും ശില്പങ്ങളും ആ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്. കൂടാതെ പുരാണത്തിലെ കഥകളും വിഷയമാക്കിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യൻ വാസ്തുവിദ്യാശൈലിയായ മണ്ഡപയുടെയും വടക്കേ ഇന്ത്യൻ വാസ്തുവിദ്യാശൈലിയായ നഗരയുടെയും മിശ്രണമാണ് ചാലൂക്യൻ വാസ്തുവിദ്യ. ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കുതിരലാടത്തിന്റെ ആകൃതിയിലാണ്. പ്രദക്ഷിണ വഴി ക്ലോക്ക് വൈസിൽ നടന്നു പോകുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. പ്രദക്ഷിണ വഴിയിലെ ചുവരുകളിൽ ദുർഗ, വിഷ്ണു എന്നീ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് ഈ ദുർഗാക്ഷേത്രത്തെ മാതൃകയാക്കിയാണ് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രമേൽക്കൂരയിൽ കാണുന്നത് മത്സ്യചക്രം, 16 ആരക്കാലുകൾ അടങ്ങിയ ചക്രം ഒരു കോസ്മിക് പോണ്ടിൽ നിൽക്കുന്നതായാണ് സങ്കല്പം. കിഴക്ക് ദർശനമായി പണിതിരിക്കുന്ന ക്ഷേത്രം. സാധാരണയായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരു പ്രവേശന വഴി മാത്രം. ഇവിടെ തെക്കുഭാഗത്തും വടക്കുഭാഗത്തുമായി പടികളോടുകൂടിയ പ്രവേശന വഴി. ചെറുതും വലുതുമായ ഏതാനും ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിനകത്തുണ്ട്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ചിലതിന്റെ മേൽക്കൂര പരന്നു കിടക്കുന്നു, ചിലതാവട്ടെ ചരിഞ്ഞിരിക്കുന്നു. ചിലതിന് ചുവരുകളില്ലാതെ വെറും തൂണുകളിൽ മാത്രം. വലിയ ഒരു കോട്ടയുടെ ഭാഗമായതിനാലാണ് ഇതിന് ദുർഗാക്ഷേത്രം എന്ന പേര് വന്നത്. ശരിക്കും ഇത് സൂര്യന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. കന്നഡയിൽ ദുർഗ എന്നത് കോട്ട എന്നാണ് അർത്ഥം. ചാലൂക്യ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെടുന്നതിന് മുന്നോടിയായി കെട്ടിട നിർമ്മാണത്തിൽ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേദിയായിട്ടുള്ളതാണ് ഐഹോളെ എന്ന ഗ്രാമം. ഇതിനുദാഹരണമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 120-ലധികം ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഐഹോളയെ ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഒരു ക്ഷേത്രത്തിന്റെ തറ ഏകദേശം 1 അടിയോളം താഴ്ത്തി ചുറ്റും കല്ലുവിരിച്ചിരിക്കുന്നു. മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന ജലം തറയിലൂടെ ഒഴുകി സമീപത്തിലെ കുളത്തിൽ എത്തുന്ന വിധത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ജലസംഭരണത്തിനും ജലസംരക്ഷണത്തിനും അതീവ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കെട്ടിട നിർമ്മാണ രീതിയാണ് ചാലൂക്യൻ വാസ്തുവിദ്യയിലുള്ളത്. എല്ലാ ക്ഷേത്രത്തിന്റെയും അടുത്തായി കുളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കാണാം. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നാഗരിക സമൂഹം. വിവിധ വാസ്തുവിദ്യാ സമ്പ്രദായങ്ങളും നിർമ്മിതികളും കൊണ്ട് സമ്പന്നമായ രാജ്യം. ഐഹോളിയിൽ 7-ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഹുച്ചിമള്ളി ക്ഷേത്രം. പടിഞ്ഞാറ് ദർശനമായ ക്ഷേത്രം. ഇത് ശിവന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. മുഖമണ്ഡപ,
രംഗമണ്ഡപ, ഗർഭഗൃഹ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം നേരിട്ട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന മഴയും നേരെ ഗർഭഗൃഹത്തിൽ എത്തുന്നു. ഒരു പരീക്ഷണത്തിനു വേണ്ടി പണിത ക്ഷേത്രമാണിത് എന്ന് പറയപ്പെടുന്നു. സൂര്യപ്രകാശത്തിന്റെ വിന്യാസം, കാറ്റിന്റെ ദിശ, ജലത്തിന്റെ ലഭ്യത തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തി കെട്ടിട നിർമ്മാണത്തിലെ ഒരു ശൈലി രൂപീകരിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരീക്ഷണശാല ആയിരിക്കണം ഐഹോളിയിൽ കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ. ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച കൽപ്പടവുകളോടുകൂടിയ മനോഹരമായ കുളം. ലഭ്യമായ മഴവെള്ളത്തെ സംഭരിക്കുവാനും സംരക്ഷിക്കുവാനും ഈ കുളങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഭൂഗർഭ ജലസംരക്ഷണത്തിനുള്ള ഉദാത്ത മാതൃക. ആറാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ മധ്യ ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിൽ പ്രബല ശക്തിയായി മാറിയ ഇന്ത്യയിലെ ക്ലാസിക്കൽ രാജവംശം എന്നറിയപ്പെടുന്ന ചാലൂക്യരുടെ പ്രധാന സംഭാവനകളിലൊന്നാണ് ഐഹോളിയിലെ ഈ ക്ഷേത്രങ്ങൾ.